ഹലോ, ക്ലിയർ ആവുന്നില്ലല്ലോ. ആരായിരുന്നു? റേഞ്ചും ഇല്ല. ആരാണോ വിളിച്ചത്? ഒന്ന് തിരിച്ചു വിളിച്ചു നോക്ക്. വിളിക്കുക, കിട്ടുന്നില്ല. ഹലോ, ഒരു കൊറിയർ ഉണ്ടായിരുന്നു. ഇതെവിടെ സ്ഥലം? ഇത് പൂക്കോട്ടുംപാടത്താ, ടെമ്പിൾ റോഡ്. എന്തായിരുന്നു കൊറിയർ? എന്താന്നറിയില്ല, എന്തോ ഒരു ബോക്സ് ആണ്. പക്ഷെ ഞങ്ങളൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. ആണോ? ഇനി വേറെ ആരെങ്കിലും നിങ്ങൾക്ക് ഗിഫ്റ്റ് എന്തെങ്കിലും അയച്ചതാണോ? ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്കിപ്പോ ഗിഫ്റ്റ് ചേട്ടായി, ഇത്തവണത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ചേട്ടായി എന്താ എനിക്ക് വാങ്ങി തരിക? ഇത്തവണ ഞാൻ എനിക്കൊരു വലിയ സർപ്രൈസ് തരും. ഓ അങ്ങനെ വരട്ടെ ചേട്ടായി. എന്താ മാഡം, മനസ്സിലായോ? ആരെങ്കിലും ഗിഫ്റ്റ് അയച്ചതാണോ? മനസ്സിലായി. ഇത് സർപ്രൈസ് ഗിഫ്റ്റ് തന്നെ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സർപ്രൈസ് ആവുന്നു. മാഡം അഡ്രസ് പറ. അഡ്രസ് അതിലില്ലേ? ആ അഡ്രസ് തന്നെ. അത് മനസ്സിലായി, പക്ഷെ വീട്ടിലേക്കുള്ള കറക്റ്റ് വഴി ഇതിലില്ല. അത് പറഞ്ഞുതരാം. പക്ഷെ അതിനു മുൻപ് അതിനകത്ത് എന്താണെന്നൊന്ന് നോക്കാവോ പ്ലീസ്? ആകാംക്ഷ സഹിക്കാൻ പറ്റാത്തോണ്ടാ. അതിപ്പം പ്ലീസ് ഒന്ന് നോക്കൂ. ഇതിലൊന്നും കാണുന്നില്ല. പക്ഷെ ഇത് അയച്ചിരിക്കുന്ന ഇന്ത്യന്നല്ല. ഇന്ത്യന്നല്ലേ? പിന്നെ വിദേശത്തുനിന്നോ? അപ്പൊ എന്തോ ഇമ്പോർട്ടഡ് ഐറ്റം ആയിരിക്കും. മാഡം ഒരു മിനിറ്റ്. ഗോൾഡ് മാഡം, ഗോൾഡാണ്. ഗോൾഡോ? ഉറപ്പാണോ? ഇതിൽ എഴുതിയിരിക്കുന്ന വെച്ച് നോക്കുമ്പോൾ ആണ് 100%. ഗോൾഡോ? മൈ ഗോഡ്! ആ പെട്ടിയുടെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ മിനിമം ലക്ഷങ്ങളുടെ ഗോൾഡെങ്കിലും കാണും. എന്ത് വില കൊടുത്തും ആ പെട്ടി തട്ടിയെടുക്കണം. ഞാൻ വഴി പറയാം, എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കണം കേട്ടോ. ഓക്കെ മാഡം, അഡ്രസ് പറഞ്ഞോ. ടൗണിൽ നിന്ന് ടെമ്പിൾ റോഡ് കയറി ഒരു 500 മീറ്റർ വരുമ്പോ. 500 മീറ്റർ അല്ലേ? ഓക്കെ. പള്ളീൻ്റെ അവിടുന്ന് വലത്തേക്ക് 4ാമത്തെ വീട്, വെള്ള പെയിന്റ് അടിച്ച്. എന്നാ ഇനി പിന്നത്തേക്കാക്കണ്ട, ഇപ്പൊ തന്നെ തട്ടിയെടുത്തേക്കാം. ഞാനെന്നാ ഒരു 10 മിനിറ്റിലെത്താം. മാഡം ഒന്ന് പുറത്തേക്ക് നിൽക്കണേ. ജസ്റ്റ് മിസ്. പള്ളിയുടെ അവിടുന്ന് വലത്തേക്ക് 4ാമത്തെ വീട്. എന്താണ്, വലിയ സന്തോഷത്തിലാണല്ലോ. എന്തോ ഗോൾഡിന്റെ കാര്യമൊക്കെ പറയുന്ന കേട്ടല്ലോ. ചേട്ടായിയുടെ വക എന്തോ സർപ്രൈസ് ആണ്. തൽക്കാലം നമ്മൾ ഇത് അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട. അല്ലെങ്കിൽ ഞാനിപ്പോ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. എന്തോ സംഭവം? അതോ, എനിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് സർപ്രൈസ് തരാൻ ചേട്ടായി വിദേശത്തു നിന്ന് ഗോൾഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് തരാൻ ഇപ്പൊ വരും കൊറിയറുകാരൻ. വിദേശത്തുനിന്ന് ഗോൾഡോ? അതും കൊറിയറായിട്ട്? ചുമ്മാതൊന്നും അല്ല, ആളിപ്പോ വരും. നീ കണ്ടോ? പക്ഷെ അങ്ങനെ കഴിച്ചാൽ കസ്റ്റംസ് പിടിക്കില്ലേ? അതിനുള്ളതൊക്കെ ചേട്ടായി റെഡിയാക്കി കാണും. എന്തോ എനിക്കത്ര വിശ്വാസം വരുന്നില്ല. നീ വിശ്വസിക്കണ്ട. വിശ്വസിക്കുന്നില്ല. എന്നാലും എന്തായിരിക്കും? തേങ്ങാക്കൊല. നെക്ലേസ് ആയിരിക്കും അതോ മാലയായിരിക്കും? അരഞ്ഞാണായിരിക്കും. നീ കളിയാക്കണ്ട, ആളിപ്പോ വരും, അപ്പൊ കാണാം. ഇനി ഗോൾഡ് ആണെങ്കിൽ എനിക്കൊരു ഗോൾഡ് ചെയിൻ ഉണ്ടാക്കി തരണേ. പിന്നെ എനിക്ക് എന്നെ തികയില്ല, പിന്നല്ലേ നിനക്ക്. യാക്കത്ത് ട്യൂഷൻ കഴിഞ്ഞോ ഇത്ര വേഗം? എന്താണ് ഒരു കുലങ്കഷമായ ചർച്ച? അതോ, അത് ഈ ഗോൾഡിനെ കുറിച്ച്. അല്ല, ഗോൾഡിന്റെ ഒക്കെ ഒരു വില അതിങ്ങനെ ചർച്ച ചെയ്തോണ്ടിരിക്കായിരുന്നു ഞങ്ങള്. ഗോൾഡിന്റെ വിലയോ? എന്ത്? അതല്ലല്ലോ എനിക്ക് പറയാൻ വന്നത്. സത്യം പറ, എന്താ കാര്യം? പറയാം. അമ്മയ്ക്ക് വിദേശത്ത് നിന്ന് ഗോൾഡ് ഗിഫ്റ്റ് വരുന്നു. പപ്പയുടെ വക വെഡിങ് ആനിവേഴ്സറി. വിദേശത്ത് നിന്ന് ഗോൾഡ് ഗിഫ്റ്റോ? എന്തിന്? അത് എന്റെ അല്ല, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക്. അതെന്തിനാ ഞങ്ങളോട് ഒളിച്ചു വെക്കണേ? അത് പപ്പ സർപ്രൈസ് ആയിട്ട് ഓർഡർ ചെയ്തതല്ലേ, ഒളിക്കണ്ടെന്ന് കരുതി. ഓ അങ്ങനെ. എന്നിട്ട് എന്ത് ഗിഫ്റ്റ് എന്ത് കാണട്ടെ? എത്തിയിട്ടില്ല, ഓൺ ദ വേയാ, ഇപ്പൊ എത്തും. എത്തിയിട്ടില്ലേ? പിന്നെ എങ്ങനെ അറിഞ്ഞ സ്വർണ്ണാണെന്ന്? അത് ഞാൻ ആ കൊറിയറുകാരനോടൊന്ന് നോക്കാൻ പറഞ്ഞു, അങ്ങനെ അറിഞ്ഞതാ. അമ്മ എന്ത് പണിയായി കാണിച്ചേ? എന്താ? അത് സ്വർണ്ണാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഇനി അയാൾ ഇതുകൊണ്ട് തരുന്നു തോന്നുന്നുണ്ടോ? വരും, അയാൾ വരും.
10 മിനിറ്റ് കൊണ്ട് കൊണ്ടു തരുന്ന പറഞ്ഞത്. ഉണ്ട അയാളിപ്പോ ഈ പഞ്ചായത്ത് വിട്ട് കാണും. അയ്യോ, അയാൾ അങ്ങനെ പോവോ? എപ്പ പോയിന്ന് ചോദിച്ചാ മതി. എന്റെ ഭഗവാനെ, പോവോ എന്ന് ചോദിച്ചാൽ ചിലപ്പം സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അയ്യോ എന്റെ സ്വർണം, അയ്യോ ആ കാലമാണ് ഒരിക്കലും കേറി പിടിക്കാം. ഇതാണോ ഈ അർച്ചന സീക്കോടെ വീട്? അതെ അതെ, ഇത് തന്നെ. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ഈ പട്ടിക്ക് അടിക്കുക ചേച്ചിയെ? ഇല്ല, ചിരിക്കും, പിന്നെ ഡാൻസും കളിക്കും. ഒന്ന് പോടാ. കുഴപ്പമില്ല, ഞങ്ങളിവിടെ ഉണ്ടല്ലോ. എന്താ സംഭവിച്ചേ? എവിടെ ബോക്സ്? എവിടെ പോയി, ആരോ തട്ടിക്കൊണ്ടോടി. അയ്യോ, ആര് തട്ടിക്കൊണ്ടുപോയി? ആ എനിക്കറിയില്ല, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അയ്യോ എന്റെ ഗോൾഡ് പോയേ, എന്റെ ഗോൾഡ് പോയ. അയ്യോ ചേച്ചി, ഞാൻ- ഗോൾഡ് പോയേ. അമ്മ, ഇത് ഇവരുടെ പ്ലാനാണ്. ആ വന്നത് ഇവന്റെ ആള് തന്നെയായിരിക്കും. രണ്ടാളും കരുതി കൂട്ടി ചെയ്തതാ സ്വർണം തട്ടിയെടുക്കാൻ. അയ്യോ ഞാനോ? എനിക്കറിയില്ല. എന്റെ സ്വർണം, ഞാൻ എടുത്തിട്ടില്ല ചേച്ചി. എന്റെ സ്വർണം. എടാ, എവിടെ വിടാ? പോലീസിനെ വിളിക്ക്, പോലീസ് വരട്ടെ. ഓക്കെ, പോലീസ് വരട്ടെ, എന്നിട്ട് തീരുമാനിക്കട്ടെ. എന്റെ പൊന്നി ചേച്ചി, എനിക്കിതിലൊരു പങ്കുമില്ല. വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കും, അല്ലെങ്കിൽ പോലീസിനെ വിളിക്കും. ചെലപ്പോ ഇയാള് പറയണ സത്യമായിരിക്കും. ഇനി പോലീസ് വന്നാൽ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കുറെ സമയം എടുക്കും. അപ്പൊ സ്വർണം പൊക്കോട്ടേന്നോ? നമുക്ക് ആദ്യം അയാളൊന്ന് തപ്പാം. അവൻ അധിക ദൂരം പോയി കാണില്ല. അതെ, പക്ഷെ ഇതിലെ പോയിന്നാ കാണാൻ പറ്റിയില്ല. എന്തായാലും റോഡ് വഴിയല്ല, വേറെ ഏതോ റൂട്ടാ. റോഡ് വഴി അല്ലെങ്കിൽ പിന്നെ ഒരൊറ്റ റൂട്ടേ ഉള്ളൂ. അയാളെ വിടണ്ടായിരുന്നു. അയാൾക്കും ഇതിൽ പങ്കുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അയാളാവില്ല. ഒന്നുമില്ലെങ്കിൽ ഒരു കൊറിയർ കമ്പനിയിലെ സ്റ്റാഫ് അല്ലേ? നിക്ക് നിക്ക്, ഒരു സ്മെല്ല് വരുന്നില്ലേ? എന്ത് സ്മെല്ല്? ഒരു അപരിചിതന്റെ സ്മെല്ല്. അയാൾ ഈ പരിസരത്ത് എവിടെയോ ഉണ്ട്. നീ മണം പിടിച്ചു പിടിച്ച് കുറെ നേരമായല്ലോ. അയാളിപ്പോ കേരളം വിട്ട് കാണും. വാ, അങ്ങോട്ട് പോയി നോക്കാം. Come on. ദാ, ഇവിടെ എവിടെയോ ഒരു മണം. എടാ, താടാ എന്റെ സ്വർണ്ണക്കട്ടി. സ്വർണ്ണക്കട്ടി? ഇതാണ് നിങ്ങളുടെ സ്വർണ്ണക്കട്ടി? കള്ളനായിരുന്നു, ഇങ്ങനെ ആശ കൊടുക്കരുത്. 6 കിലോമീറ്റർ ആ സ്കൂട്ടറിന് പുറകിൽ ഞാൻ ഓടി. 6 കിലോമീറ്റർ. ഒരു കളനോട് ഇങ്ങനെ ചെയ്യരുത്, പാപം കിട്ടും. അപ്പൊ ഇത് ഗോൾഡ് അല്ലേ? ഗോൾഡ് ആണ്. ഗോൾഡൻ പ്ലേ ബട്ടൺ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ. ഓ, യൂട്യൂബ് അയച്ചത് അല്ലേ? അതെ, ഇതിനാണ് ആ കൊറിയർ തന്റെ ഗോൾഡ് ആണ് സർപ്രൈസ് ആന്നൊക്കെ പറഞ്ഞത്. ഓ, ഗോൾഡൻ പ്ലേ പെട്ടെന്ന് പേരുണ്ടെങ്കിലും ഒറിജിനൽ ഗോൾഡ് അല്ലേ അല്ലേ? ഒറിജിനൽ ഗോൾഡ് അല്ലെങ്കിലും നമുക്കിത് അതിനേക്കാളും വില പിടിച്ചതാ. പോലീസിനെ വിളിക്ക്. പോലീസൊന്നും വേണ്ട. എടാ, നിക്കാനാ, നിക്കാനാ. എടാ,